Finally. നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്സ് ആൻഡ് റൂമേഴ്സ് കറക്റ്റ് ആണെങ്കിൽ സ്പൈഡർമാൻ ട്രയോളജി എന്ത് ആസ്പെക്ട് കൊടുത്ത് മാർവൽ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ഇപ്പം നിലവിൽ കിട്ടിയത്. നമുക്ക് ഒബ്വിയസ്ലി അറിയാവുന്ന ഒരു കാര്യമാണ് സാം റൈമി സ്പൈഡർമാൻ ട്രയോളജി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ നോ വേ ഹോമിൽ കൂടി ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാനും ട്രയോളജി കംപ്ലീറ്റ് ആകും. ഇനി ഒരേ ഒരു സ്പൈഡർമാനെ മാത്രമേ കംപ്ലീറ്റ് ആകാനുള്ളൂ. ഓഫ് കോഴ്സ് നമ്മുടെ താസം അല്ലെങ്കിൽ ദി അമേസിംഗ് സ്പൈഡർമാൻ ട്രയോളജി നിങ്ങൾ കംപ്ലീറ്റ് ആയാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് മാർവൽ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ആണ്. വേണം ക്യാപ്റ്റൻ അമേരിക്ക 4 റിലേറ്റഡ് സംതിങ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. എന്റെ പേര് ആൽബിനെ കെ ടോക്സ് നമ്മളെന്ന് പറയാൻ പോകുന്നത് മാർവലിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പ്ലസ് റൂമേഴ്സ് ആണ്. സോ ആദ്യം തന്നെ തുടങ്ങി. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ദി അമേസിംഗ് സ്പൈഡർമാൻ ട്രയോളജി കംപ്ലീറ്റ് ആകുമോ ഇല്ലയോ? നിലവിൽ അതിനെപ്പറ്റി റൂമേഴ്സ് ഉണ്ട്. നോ വേ ഹോമിൽ കൂടി ആൻഡ്രൂ ഗാർഫീൽഡ് തിരിച്ചു വരികയാണെങ്കിൽ ഒബ്വിയസ്ലി വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന ടൈം ലൈനിൽ ആക്കിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടാസം 3 പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നിലവിലെ മൾട്ടിവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് നോക്കുകയാണെങ്കിൽ MCUയിലേക്ക് നമ്മുടെ ഡെഡ്പൂളിന്റെ വരവ് ഹൾക്കുമായിട്ടുള്ള ഒരു ഫൈറ്റിലായിരിക്കുമെന്നാണ് നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്സ് ആൻഡ് റൂമേഴ്സ്. അതിനോടനുബന്ധിച്ച് നമ്മൾ കുറെ വീഡിയോസും ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഡെഡ്പൂളിനിട്ട് നല്ലൊരു പഞ്ചോട് കൂടിയാണ് MCU വെൽക്കം ചെയ്യുന്നതെന്ന് തന്നെ പറയാം. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഡിസ്നിയുടെ മാർക്കറ്റിംഗ് പ്രൊഡ്യൂസർ പറഞ്ഞേക്കുന്ന മാർവലിന്റെ ആനിമേറ്റഡ് സീരീസ് വാട്ട് ഇഫ് പോലെയുള്ള സീരീസ് ഇവിടെ വെച്ച് തീരുന്നില്ല. നൈസ് ആയിട്ട് ഇനി 3-4 സീരീസും കൂടെ വരാനുണ്ട്. സീരീസ് ഒക്കെ ഉണ്ടെന്ന് അറിയാം, ബട്ട് ആനിമേറ്റഡ് സീരീസ് മാർവലിനെ ബന്ധിച്ചുള്ള 3-4 എണ്ണം കൂടെ അപ്കമിംഗ് പ്രോജക്റ്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ്. Heroes are not born. They're forged in darkness. So, where's the fight? Shaped in battle. Defined by sacrifice. Iron Man. Who are you? We do not back down from a fight. നാലാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് 2 എന്ന് പറയുന്ന സിനിമയിൽ കുറെ നല്ല മൈറ്റി ക്യാരക്ടേഴ്സ് മരണമടയാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ്. സ്പോയിലർ, ഇതുവരെ കിട്ടിയ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് അനുസരിച്ച് പ്രൊഫസർ എക്സ് ആണ് അതിൻ്റെ അത് മരിക്കുന്നതെന്നാണ് പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എക്സ്മെന്റെ കറന്റ് ഡെബ്യൂമായി MCUയിലേക്ക് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് 2 കൊണ്ടുവരും. ആ ഒരു രീതിയിൽ ഇൻ കേസ് പ്രൊഫസർ എക്സ് തന്നെ ആയിരിക്കും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഡെഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഓഫ് കോഴ്സ് കൊല്ലുന്നത് നമ്മുടെ വാണ്ട മാക്സിമോഫ് തന്നെയായിരിക്കും. Please, don't do this. What choice do we have? ദി ഇൻക്രെഡിബിൾ ഹൾക്ക്, അയൺ മാൻ തുടങ്ങിയവരിലൊക്കെ തുടങ്ങിയ നമ്മുടെ സ്വന്തം അയൺ മാൻ തുടങ്ങിയപ്പോൾ തന്നെ അറിയാം MCUയുടെ കറന്റ് ഫസ്റ്റ് ഫിലിം ഒക്കെ തൊട്ടുണ്ടായിരുന്ന VFX ആർട്ടിസ്റ്റ് ക്യൂറി അലൻസ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ 34 ന്യൂ അപ്കമിംഗ് മാർവൽ പ്രോജക്ട്സ് ആണ് ഞങ്ങൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ തന്നെ 2025 വരെയിലേക്കുള്ള മാർവൽ പ്രോജക്ട്സിന്റെ എണ്ണം കൂടുകയാണ് ഉണ്ടായത്. ദ മൈറ്റി ടോണി സ്റ്റാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബിഗ് സ്യൂട്ട് ഓഫ് ആർമർ അറൗണ്ട് ദി വേൾഡ്, ദ ബെസ്റ്റ് ഡിഫൻഡർ ഓഫ് എർത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം അയൺ മാനെ വാട്ട് ഇഫിന്റെ മിക്ക എപ്പിസോഡിൽ കൊല്ലുന്നതിനെ കുറിച്ച് കുറെ റൂമേഴ്സ് ഒക്കെ നിലവിലുണ്ടായിരുന്നു. അതിന്റെ ഹെഡ് റൈറ്റർ, അതായത് വാട്ട് ഇഫിന്റെ ഹെഡ് റൈറ്റർ പറഞ്ഞിരിക്കുന്നത് അയൺമാനെ മിക്ക എപ്പിസോഡിലും കൊല്ലേണ്ടതാണ്. അതൊരു പോയിന്റ് ഓഫ് ഡെത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഒരു ബിഗ് സീക്രട്ട് ഇനിയും വരാനിരിക്കുന്നതാണ്. അത് എന്തായിരിക്കും, അത് എവിടെയായിരിക്കും കാണിക്കുന്നത്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അതുകൂടാതെ തന്നെ മൾട്ടിവേഴ്സ് ഇപ്പോൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നോ വേ ഹോം, ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച്, അത് കഴിഞ്ഞുള്ള സീക്വൽ സിനിമകളിൽ വാച്ചർ എന്ന് പറയുന്ന വാട്ടിഫിലൂടെ നമുക്ക് സുപരിചിതമായ വാച്ചറിനെ MCU മെയിൻ ടൈം ലൈനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ പ്രൊജക്റ്റോടെയാണ് ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്സിലുണ്ട്. സോ വാച്ചറിന്റെ MCU ടൈം ലൈനിലേക്കുള്ള ഇന്റർഫിയറൻസ്, അതായത് നമ്മൾ പേടിക്കുന്ന പോലെ തന്നെ ഇൻഫിനിറ്റി അൾട്രോൺ എങ്ങാനും വന്നാൽ എങ്ങനെ വിജയിക്കും, അതൊരു 1.5 ക്രോസ് ഓവർ തന്നെയായിരിക്കും. He became aware of the... I see you. There are universes beyond my own. അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ മാർവൽ ഇൻസൈഡർ തന്നെ പുറത്തുവിട്ടേക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ എന്റെ രീതിയിൽ ഞാൻ 100% പ്രതീക്ഷിച്ച ഒരു 75% എനിക്ക് ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു വില്ലന്റെ കയ്യിൽ നിന്ന് ബ്ലാക്ക് വിഡോ എന്ന് പറയുന്ന സിനിമയിലൂടെ കിട്ടിയത്. എന്നാൽ ടാസ്ക് മാസ്റ്ററിന്റെ മാർവൽ MCU റിട്ടേൺ വളരെ പൊളിയായിരിക്കും, അല്ലെങ്കിൽ അമേസിംഗ് ആയിരിക്കുമെന്ന് മാർവൽ ഇൻസൈഡർ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ടാസ്ക് മാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ആള് മിക്കവാറും നമ്മുടെ ബ്ലാക്ക് വിഡോയിൽ ഒതുങ്ങുന്നതല്ല, ആ ഒരു മാച്ചിലും മിക്കവാറും വേറൊരാൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. ടാസ്ക് മാസ്റ്റർ ഈസ് റിട്ടേണിംഗ് ടു ബി അമേസിംഗ്, അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കോട്ടാണ്
ആണ് മാർവൽ ഇൻസൈഡർ വന്നിരിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ കട്ട വെയിറ്റിംഗ് ആരായിരിക്കും അടുത്ത ടാസ്ക് മാസ്റ്റർ. അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നവംബർ 12 ഡിസ്നി ഡേയുടെ അന്ന് മാർവലിന്റെ ഫിലിംസ് കൂടാതെ ഡിസ്നി പുറത്തുവിടുന്ന മാർവൽ അസോസിയേഷൻ വിത്ത് മാർവൽ ആയിട്ടുള്ള കുറച്ച് സീരീസിന്റെ അപ്കമിംഗ് റിലീസ് ഡേറ്റും കുറച്ച് കാര്യങ്ങളും അപ്ഡേറ്റ്സും നവംബർ 12 ഡിസ്നി പുറത്തുവിടുന്ന നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്സിലുണ്ട്. അതിനർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാർവൽ വൂൾവറിൻ ഒരു സീരീസ് ആകാൻ പോകുന്നതാണ് ഇതുവരെ കിട്ടിയ അപ്ഡേറ്റ്സ്. സോ നവംബർ 12 ഡിസ്നി പുറത്തുവിടുന്ന ആ ഒരു സീരീസിന്റെ ലിസ്റ്റിൽ മാർവൽ വൂൾവറിൻ ഉണ്ടെന്ന് നിലവിൽ കിട്ടിയിട്ടുണ്ട്. സോ ഫിലിം ആയിരിക്കുമോ സീരീസ് ആയിരിക്കുമോ? വെയിറ്റ് ആൻഡ് സീ. Let's go. നമ്മുടെ വെനം 2 ലെറ്റ് ദെയർ ബി കാർണേജ് എന്ന് പറയുന്ന സിനിമ വേറെ ലെവൽ എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് വിഡോ കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഡേ കളക്ഷനിൽ ബ്ലാക്ക് വിഡോ എല്ലാവരും ഭയങ്കരമായിട്ട് പോയി ആ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തിയേറ്റർ വന്നപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പോയി കണ്ട ഒരു പടമാണ് ബ്ലാക്ക് വിഡോ. നമ്മുടെ ഇന്ത്യയിലല്ല പുറത്ത് ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ. സോ $12 മില്യൺ ആണ് ഫസ്റ്റ് ഡേ കളക്ഷനിൽ നമ്മുടെ ബ്ലാക്ക് വിഡോയ്ക്ക് കിട്ടിയെങ്കിൽ നമ്മുടെ സ്വന്തം വെനം ലെറ്റ് ദെയർ ബി കാർണേജിന് 11 point something ആണ് കിട്ടിയിരിക്കുന്നത്. സോ അത് ഈ പാൻഡമിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണെന്ന് പറയാം. അതുകൂടാതെ തന്നെ ബ്ലാക്ക് വിഡോയിൽ നിന്ന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഓഡിയൻസ് റിപ്പോർട്ട് ഫസ്റ്റ് വീക്കെൻഡ് കഴിഞ്ഞുള്ള വീക്കെൻഡിൽ കിട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ വെനത്തിന് അതിനെ എക്സീഡ് ചെയ്യുന്നു സോണി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് സോണിയുടെ ഫസ്റ്റ് വീക്കെൻഡ് $50 മില്യൺ ആണ് അവർ എക്സ്പെക്ട് ചെയ്തേക്കുന്നത്. അതിനേക്കാളും 100% അല്ലെങ്കിൽ ആ ഒരു മച്ച് ഗ്രേറ്റർ ആയിട്ട് തന്നെ അവർക്ക് അതിന്റെ ഇത് കിട്ടുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഞാൻ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വേറെ ലെവലാണെന്നാണ് പറയുന്നത്. അത് എന്നാ പറയുന്നത്, അത് കാണാൻ റിയലി വെയിറ്റ്. Before you came along, I had a life. I had a fiance. I had dreams. It would be nice just to have your support, just for once. Catch up. Excuse me? Yummy. I am a predator. We should be out there snacking on bad guys. Oh no! Whoa, where you going? That is a red one. I am starving. So eat those guys. I can't. Sonny and Cher are best friends. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ മാർവലിന്റെ സീക്രട്ട് ഇൻവേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതില് പുതിയൊരു കാസ്റ്റിംഗിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കാസ്റ്റിംഗ് ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഏറ്റവും പുതിയ പടത്തിൽ വരാനിരിക്കുന്ന ഒരു മെയിൻ ഹീറോ അല്ലെങ്കിൽ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന്റെ രീതിയിലാണ് അവർ കാസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ ഒരാളെ പറ്റി ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അതൊരു ബിഗ് റോളാന്ന് മാത്രമേ സീക്രട്ട് ഇൻവേഷനിൽ അതിൽ പറയുന്നുള്ളൂ. സോ കാസ്റ്റിംഗിനെ പറ്റി ഒരു ചെറിയ അപ്ഡേറ്റ് നൽകിയിരുന്നു. അടുത്തൊരു ക്രേസി തിയറി ആണെന്ന് തന്നെ പറയാം. ഇതൊരു റൂമർ മാത്രമാണ്, അപ്ഡേറ്റ് അല്ല. എന്നാൽ മാർവൽ അപ്ഡേറ്റ്സിന്റെ പേജിൽ ഇത് നല്ല ട്രെൻഡിങ്ങുമായിരുന്നു. അതായത് മൾട്ടിവേഴ്സ് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ് വേഴ്സ് എന്ന് പറയുന്ന മാർവലിന്റെ കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന മുമ്പ് സ്റ്റാർ വാർസിലെ മുസ്തഫറിനെ നമ്മുടെ സ്വന്തം MCU ടൈംലൈനിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട്. സോ സ്റ്റാർ വാർസിന്റെ ഇൻവോൾവ്മെന്റ് MCUയിലേക്ക് എങ്ങനെയാവുന്ന ഒരു പിടിയില്ല. ക്രേസി തിയറിയാണ്. ബട്ട് റൂമേഴ്സിലെ ട്രെൻഡിങ് നമ്പർ 1 ആയിരുന്നു മാർവൽ ഇൻസൈഡറിന്റെ പേജിൽ. സോ റെഡിറ്റിലെല്ലാം ഇത് നല്ല രീതിയിൽ വൈറലായിരുന്നു. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക 4 അല്ലെങ്കിൽ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ, ഫാൽക്കൺ ആൻഡ് ദ ഫസ്റ്റ് അവഞ്ചർ, എന്ത് വേണമെങ്കിലും പേരിടാം. ക്യാപ്റ്റൻ അമേരിക്ക 4 എന്ന ടൈറ്റിൽ കൊടുത്തുകൊണ്ട് ആന്റണി മാക്കി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഫാൽക്കണെ നായകനായിക്കൊണ്ട് ഒരു ലീഡിംഗ് റോളിൽ ക്യാപ്റ്റൻ അമേരിക്ക 4 അരങ്ങേറുന്നു എന്നാണ് ഇതുവരെ കിട്ടിയുള്ള അപ്ഡേറ്റ്സ്. അതിനെപ്പറ്റി മാർവലിന്റെ കയ്യിൽ നിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ്സും റൂമേഴ്സും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് കുറെ റൂമേഴ്സ് ഉണ്ട് നിലവിൽ. അപ്പോൾ എന്തായിരിക്കും, എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. കാരണം ക്യാപ്റ്റൻ അമേരിക്ക സ്റ്റീവ് റോജേഴ്സ് അല്ലെങ്കിൽ ക്രിസ് ഇവൻസ് അല്ലാതെ വേറൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. ഫാൽക്കൺ ബെസ്റ്റ് ആണ്, ബട്ട് എന്താണെന്ന് അറിയത്തില്ല, ഒരു നൊസ്റ്റാൾജി ആയിരിക്കും. പിന്നെ നമ്മുടെ 2022 വരാനിരിക്കുന്ന അല്ലെങ്കിൽ 2022, 2023 ആ ഒരു ഭാഗം അല്ലെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങാനിരിക്കുന്ന നമ്മുടെ സ്വന്തം ദ മാർവൽസ് എന്ന് പറയുന്ന പടം. നമുക്കറിയാം ക്യാപ്റ്റൻ മാർവൽ ഉണ്ട്, പിന്നെ നമ്മുടെ മിസ് മാർവൽ. അതിന്റെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പടം ഇപ്പൊ കറന്റ് അപ്ഡേറ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ നവംബർ 11, 2022 ഇറങ്ങുന്നതെന്നാണ് നിലവിൽ കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നവംബർ 1 എന്നുള്ള ഡേറ്റിലായിരുന്നു കെവിൻ ഫീഗി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ വീണ്ടും അത് ഡിലേ ആക്കി 11 ആക്കിയിട്ടുണ്ട്. ദ മാർവൽസ് എന്ന് പറയുന്നതിനും നല്ല വെയിറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വെയിറ്റിംഗ് ഇല്ല. എന്നാലും മാർവലിലല്ലേ വെയിറ്റിംഗ് ആണ്. സോ ഇത്രയൊക്കെയാണ് മാർവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ കിട്ടിയത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ പറഞ്ഞ അപ്ഡേറ്റ്സിലൊക്കെ ഏതൊക്കെയായിരിക്കും ശരി, ഏതൊക്കെയായിരിക്കും തെറ്റ്? മാർവൽ വൂൾവറിൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് വേണ്ടത്. സീരിയസ് ആയിട്ട് കാണും, ബട്ട് എനിക്ക് കൂടുതൽ സിനിമയായിരുന്നു കൂടുതൽ ഇഷ്ടമെന്ന് തന്നെ പറയാം. കാരണം മാർവലിന്റെ ഫാൻസ് ആയിട്ടുള്ളവരെല്ലാം നമ്മളെപ്പോലെ അല്ലാതെ മാർവൽ ഫാൻസ് ഉള്ളവരുണ്ട്. അതായത് സിനിമകൾ മാത്രം കാണുന്നവർ. ഇൻ കേസ് അവർക്ക് ഡെയർ ഡെവിൾ എന്നാന്ന് അറിയത്തില്ലായിരിക്കും. നമ്മുടെ സ്വന്തം ആദ്യത്തെ ഏജന്റ് കാർട്ടർ സീസണോ വൺ ഷോട്ട് സീരീസോ മാർവലിന്റെ ഒന്നും സീരീസ് അധികം കാണാറില്ല. ഈവൻ തോ ഇപ്പൊ ലോക്കി ഇത്രയും പറഞ്ഞുകൊണ്ട് കാണുന്നവരുണ്ടായിരിക്കും. സോ കൂടുതൽ സിനിമാ പ്രേമികൾക്ക് സീരീസ് കാണാൻ അധികം ഇഷ്ടം കാണുകയില്ലെന്നാണ് എനിക്ക്
എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് നമ്മളെല്ലാം കാണുന്നുണ്ട്, ബട്ട് പറഞ്ഞോളൂ, വൂൾവറിൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ റിട്ടേൺ ആണെങ്കിൽ അതൊരു സിനിമ തന്നെയായിരിക്കും നല്ലത്. ഇൻ കേസ് അവർ ഇപ്പം ഡിസ്നിക്ക് ഈ ഒരു സാധനം വിറ്റത് ഹ്യൂ ജാക്ക്മാൻ അല്ലാതെ വൂൾവറിനെ കൊണ്ടുവരുമ്പോൾ എങ്ങനെ ആൾക്കാർ സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. കാരണം എല്ലാവരും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ ഹ്യൂ ജാക്ക്മാൻ തന്നെ വരട്ടെ, സിനിമയാകട്ടെ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നിലവിൽ കിട്ടിയ അപ്ഡേറ്റ്സ്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ടെലഗ്രാം ലിങ്കും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കൂടുതലൊന്നും പറയാനില്ല. ടാറ്റ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. അഡിയോസ്. They say the time of heroes is over. That if you're different, you're dangerous. But I know the truth. The world will always need heroes. Just need to reassemble. Da 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 da.